വറഹ്മത്തുള്ളാഹി. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഈ സുന്ദര മുഹൂർത്തത്തിലേറെ ചിന്തനീയവും യുക്തിസഹവുമായ ഒരു ചർച്ച നയിക്കാൻ യോജിക്കപ്പെട്ടിരിക്കുകയാണ്. മതപഠനത്തെ തിരസ്കരിക്കുന്ന ഭൗതിക പഠനം, ട്യൂഷൻ സെന്ററുകളിലെ കടന്നുകയറ്റം. ഇവിടെ നമ്മുടെ പാനലിസ്റ്റുകളായി എത്തിക്കുന്നത് ഹിഷാം മേത്തലേരി, ഹാദിനാന്തി വലിയകത്ത്, നബുഹാൻ താഴ്ത്തിയിൽ എന്നിവരാണ്. ആദ്യമായി പാനലിസ്റ്റുകളെല്ലാം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹിഷാം, നിങ്ങൾക്ക് പറയാം. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സദസ്യരെ, ഇവിടെ പരാമർശിച്ചതുപോലെ മതപഠനത്തിന് തടസ്സമാകുന്ന ട്യൂഷൻ സംവിധാനത്തെക്കുറിച്ച് ഞാനിവിടെ പങ്കുവെക്കുന്നു. എനിക്ക് ഇതുവരെ മനസ്സിലാക്കാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. വിദ്യാർത്ഥികൾക്ക് മൗലിക വിദ്യാഭ്യാസം തീർത്തും സൗജന്യമായിട്ടാണ് നമ്മുടെ നാട്ടിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സംസാരിച്ച രണ്ട് വ്യക്തികളും ബാലിശമായ പല കാര്യങ്ങളുമാണ് പറഞ്ഞു വെച്ചത്. ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇതൊരു മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ ചിന്തകളും പ്രവർത്തനങ്ങളും കേവലം ഭൗതിക ചിന്തകളിൽ മാത്രമാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം സമ്പാദിക്കണം, വലിയ വീടുണ്ടാക്കണം, വലിയ വാഹനം മേടിക്കണം, ഇതെല്ലാമാണ് പലർക്കും ചിന്തിക്കാനുള്ളത്. അതിൻ്റെ ഭാഗമായി മക്കളെ ഭൗതിക പഠനത്തിനായി പറഞ്ഞയക്കുന്നു. സ്കൂളിൽ നിന്നുള്ള പഠനം മാത്രം പോരാ, അധിക പഠനത്തിനായി ട്യൂഷനിലും പറഞ്ഞേക്കണം. ചിട്ടയോടെയും പഠിച്ചാൽ ഏതൊരു സ്കൂളിൽ നിന്നും കിട്ടാവുന്നതിലധികം ഒരു ട്യൂഷനിൽ നിന്നും കിട്ടുന്നില്ല. അതിനാണ് ഭീമമായ ഫീസ് രക്ഷിതാക്കൾ ചിലവഴിക്കുന്നത്. ഇവിടെ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കും സംസാരിച്ച ഹാദിനാദിന്റെ വാക്കുകൾക്ക് അടിവരയിടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നു. ഇക്കാര്യത്തിൽ രക്ഷിതാക്കൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, വിദ്യാർത്ഥികളായ ഞങ്ങൾ കേവലം മാർക്ക് ഉത്പാദക കേന്ദ്രങ്ങളല്ല. ഭൗതിക വിദ്യാഭ്യാസത്തിൽ മാത്രം മക്കളെ തളച്ചിട്ടുന്ന രക്ഷിതാക്കൾ മഹത്തായ സംസ്കാരത്തെയാണ് ഊന്നിക്കെടുത്തുന്നത്. ട്യൂഷൻ സെന്ററിന്റെ പേരിൽ നടക്കുന്ന കച്ചവട താല്പര്യം നമ്മൾ തിരിച്ചറിയുന്നില്ല. ഫുൾ എ പ്ലസ് എന്ന ലക്ഷ്യവുമായി വിദ്യാർത്ഥി മനസ്സുകളിലേക്ക് ഭയവും ഭീതിയും കുത്തിനിറക്കുന്ന രക്ഷിതാക്കളും അധ്യാപകരും ആധുനികതയുടെ വക്താക്കളാണ്. ഉമ്മയെ ഉമ്മയായും ഉപ്പയെ ഉപ്പയായും തിരിച്ചറിയാൻ ആധുനിക വിദ്യാഭ്യാസം നമ്മെ പഠിപ്പിക്കുന്നില്ല. ആ തിരിച്ചറിവ് പുതുതലമുറയ്ക്ക് കിട്ടണമെങ്കിൽ മതം പഠിക്കണം. എന്തിനാണ് നാം പണം മുടക്കി മതനിഷേധവും ദൈവനിഷേധവും പഠിപ്പിക്കുന്നത്? ഒരു ട്യൂഷനിലും പോവാതെ ഫുൾ എ പ്ലസ് വാങ്ങിയ നിരവധി കുട്ടികൾ നമ്മുടെ മദ്രസയിൽ പഠനം പൂർത്തിയാക്കിയത് നമ്മൾ കണ്ടതല്ലേ. സമയബന്ധിതമായി പഠിച്ചാൽ ആർക്കും സാധിക്കുമെന്ന് ചുരുക്കം. ഇവിടെ നമ്മുടെ പാനലിസ്റ്റുകളെല്ലാം വിശാലിഷ്ടമായി തന്നെയാണ് ചർച്ചയിൽ ഇടപെട്ട് സംസാരിച്ചത്. ചർച്ചയുടെ ആകതയായി എനിക്ക് പറയാനുള്ളത് ചുരുക്കി പറഞ്ഞ് ചർച്ച അവസാനിപ്പിക്കും. ആദ്യമായി രക്ഷിതാക്കളുടെ അവബോധമാണ് ഈ രംഗത്തെ പ്രശ്നപരിഹാരത്തിന്റെ ആദ്യ ഘടകം. നമ്മുടെ കുട്ടികളെ പഠിക്കാൻ തന്നെയാണ് നാം സ്കൂളിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ പഠനം കാര്യക്ഷമമാണോ എന്ന് ഉറപ്പുവരുത്തൽ രക്ഷിതാക്കളുടെ കടമ തന്നെയാണ്. രണ്ടാമതായി, പുതിയ ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് അടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ പഠന നിലവാരത്തിൽ പ്രൈവറ്റ് സ്ഥാപനം സർക്കാർ തലത്തിൽ ആലോചനകൾ നടത്തണം. കൂടാതെ PTA കമ്മിറ്റികൾ കേവലം സ്വാതന്ത്ര്യ ദിനാഘോഷവും യുവജനോത്സവവും സംഘടിപ്പിക്കുന്ന അതോറിറ്റിയായി മാത്രം മാറാതെ സ്കൂളിന്റെ പാഠ്യവിഷയങ്ങളിലും കൃത്യമായി ഇടപെടുന്ന അതോറിറ്റിയായി മാറണം. ഒന്നാമതായി, വളരെ മർമ്മപ്രധാനമായി നാം മനസ്സിലാക്കേണ്ടത് മതപഠനത്തിന്റെ പ്രാധാന്യം തന്നെയാണ്. നമ്മുടെ പൂർവികർ നമുക്ക് നാട്ടിൽ സംവിധാനിച്ചു തന്ന മഹത്തായ പഠന സംവിധാനത്തെ നാം നോക്കുകുത്തിയാക്കിയാൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ കയ്യും വീട്ടി നോക്കി നിൽക്കേണ്ടി വരുമെന്ന ബോധം നമുക്ക് വേണം. അള്ളാഹുവിനെയും റസൂലിനെയും അറിയാത്ത ഒരു തലമുറയും നാം വളർത്തിക്കൊണ്ടുവരാൻ ഭാവിയിൽ നമുക്ക് ഇരുട്ട് മാത്രമായിരിക്കും ഫലമായി കിട്ടുക.
അവസാനമായി എനിക്ക് പറയാനുള്ളത് കൃത്യമായ മേൽനോട്ടത്തോടെ കുട്ടികളെ സ്വതന്ത്രരായി വിടുക. അവർ മണ്ണിൽ കളിച്ചും പറമ്പിൽ കിളച്ചും വളരട്ടെ, പഠിക്കേണ്ട സമയത്ത് പഠിക്കട്ടെ, എന്നാലേ അവർക്ക് സമൂഹത്തെ അറിയൂ. അല്ലാതെ കൂട്ടിലിട്ട തത്തയെ പോലെ വളർത്തിയാൽ നിരാശയായിരിക്കും ഫലം. അള്ളാഹു നമ്മുടെ മക്കൾക്ക് നല്ല മക്കൾ വരാനും സുന്ദരമായ ഭാവിയിൽ ഉല്ലസിക്കാനും അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. വാർത്തണ്ടാവാൻ അസ്സലാമു അലൈക്കും.